ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന റെഡ് വെൽവെറ്റിൻ്റെ 2 ടയറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദ, അതുപോലെ 1 പിഞ്ച് സാൾട്ട്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് മൂന്നും ഈ അരിപ്പിലിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ഈ മിക്സിനെ നന്നായിട്ട് അരിച്ചെടുത്തു. ഇനി ഇതിലേക്കുള്ള ബട്ടർ മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചൂടില്ലാത്ത പാലാണ് ഇതിലേക്ക് വേണ്ടത്. 1/2 കപ്പ് ചൂടില്ലാത്ത പാലിലേക്ക് 1 ടീസ്പൂൺ സുർക്ക ഒഴിച്ച് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി മറ്റൊരു ബൗളെടുത്ത് ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്കുള്ള 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത്യാവശ്യത്തിന് ബീറ്റായി വരുമ്പോൾ ഇതിലേക്ക് പൊടിക്കാത്ത പഞ്ചസാര 1/2 കപ്പ് ചെയ്ത് ഇതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പെങ്കിലും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്കിലേക്ക് 1 ടീസ്പൂൺ റെഡ് കളർ ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ എഗ് ബാറ്ററിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ ഒരിക്കലും സ്പീഡ് ഇളക്കരുത്. അങ്ങനെ ഇളക്കുകയാണെങ്കിൽ നമ്മളെ കേക്ക് ബേക്കായി വരുമ്പോൾ പെട്ടെന്ന് കട്ടിയായി പോകും. അപ്പോൾ കേക്കിന് നമ്മൾ ഉദ്ദേശിച്ച അത്ര ടേസ്റ്റ് ഒന്നും കിട്ടില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യാൻ മറന്നു. അപ്പോൾ നമ്മൾ കൊക്കോ പൗഡറും കൂടി ഈ ഡ്രൈ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് എഗ് ബാറ്ററിലിടുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്കിനെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ബാറ്ററിനെ ബേക്ക് ചെയ്യുന്ന ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിനെ നമ്മൾ 30 to 35 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മൾ അടുത്ത ലെയർ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പാലിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് 1.5 കപ്പ് മൈദ, 1 നുള്ളു ഉപ്പ്, അതുപോലെ 1/4 ടീസ്പൂണ് കൊക്കോ പൗഡർ, അതുപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് 4 ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതുപോലെ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പൊടിക്കാത്ത പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാര കുറേശ്ശായിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ മിക്സിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മളുടെ ബട്ടർ മിൽക്കിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 1.5 ടീസ്പൂണ് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എഗ് ബാറ്ററിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ബട്ടർ മിൽക്കും കുറേശ്ശെ ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ മിക്സും കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബാറ്റർ റെഡിയായി. ഇനി ഇതിനെ ബേക്ക് ചെയ്യുന്ന ടിന്നിൽ വെക്കുക. എന്നിട്ടൊരു 40 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി കേക്ക് ഐസിങ് ചെയ്യാനുള്ള 2 കപ്പ് വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി റൊട്ടേറ്റിംഗ് ടേബിളിൽ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് കേക്ക് ബോർഡ് വെക്കുക. അതിന് മുകളിലും കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്യുക.
ഇനി കേക്കിനെ ഞാൻ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് റെഡ് വെൽവെറ്റിൻ്റെ പൊടി ഒന്ന് അരിപ്പയിലൂടെ വിതറിയെടുക്കണം. ഇത് ഓരോരുത്തർ ഡിസൈനിനനുസരിച്ച് നമുക്ക് കേക്കിൻ്റെ ഇതൊക്കെ മാറ്റാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഇനി കേക്കിന് മുകളിൽ അടുത്ത ലെയർ കേക്കും വെച്ച് എന്നിട്ട് ഇതിൻ്റെ മിഡിൽ പോർഷനിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് തയ്യാറാക്കാൻ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ മുകളിലൊന്ന് ചെറിയ റോസ് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.